ആറളം ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങളെ നിയമിക്കുന്നതിൽ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചു എന്നാരോപിച്ച് LDF അംഗങ്ങളുടെ പ്രതിഷേധം. പഞ്ചായത്ത് സെക്രട്ടറി ബാലകൃഷ്ണൻ കല്യാടിനെ LDF അംഗങ്ങൾ ഉപരോധിച്ചു. തിങ്കളാഴ്ച രാവിലെയായിരുന്നു പ്രതിഷേധം. പഞ്ചായത്തിലെ 9-ാം വാർഡ് ഇടവേലിയിൽ ഹരിതകർമ്മസേന അംഗങ്ങളെ നിയമിച്ചത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് വാർഡ് മെമ്പർ KN രാജീവൻ പറഞ്ഞു. ആറളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ പ്രതിപക്ഷ അംഗങ്ങളായിട്ടുള്ള ഞങ്ങളോട് കാണിക്കുന്ന ഏകാധിപത്യ രീതിയും ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 9-ാം വാർഡ് മെമ്പറായിട്ടുള്ള ഞാൻ എൻ്റെ വാർഡിലെ 2 ഹരിതകർമ്മസേന അംഗങ്ങളുടെ ഒഴിവിലേക്ക് ഞാൻ പോലും അറിയാതെ അതിൻ്റെ പ്രത്യക്ഷ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ, അടിസ്ഥാന മാനദണ്ഡങ്ങളൊന്നും ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ CDS മുഖേന CDSൽ അപേക്ഷ വന്ന 2 അപേക്ഷകരെ അർഹരായവരെ തിരഞ്ഞെടുക്കുക എന്നുള്ള പൊതു മാനദണ്ഡത്തിന് വിരുദ്ധമായി അപേക്ഷ പോലും വെക്കാതെ കുടുംബശ്രീയിൽ പോലും അംഗമില്ലാതെ 2 ആളുകളെ വൈസ് പ്രസിഡന്റിൻ്റെയും പ്രസിഡന്റിൻ്റെയും ധാർഷ്ട്യത്തിലുള്ള പെരുമാറ്റത്തിൻ്റെ ഭാഗമായി എൻ്റെ വാർഡിൽ നിന്ന് വേച്ചെടുക്കുകയാണ്. ഒരു അംഗീകാരമില്ലാത്ത ആളുകൾ റെസിറ്റോ കാര്യങ്ങളോ ഒന്നും നൽകാതെ, കൺസോർഷ്യത്തിൻ്റെയോ ഹരിതകർമ്മസേന കൺസോർഷ്യത്തിൻ്റെയോ അംഗീകാരമില്ലാതെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ജനങ്ങളെ തിരികെ കയറ്റുന്ന നിലപാടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇവിടെ നാളിതുവരെയായിട്ടുള്ള താൽക്കാലിക ജീവനക്കാരെ ഒന്നൊന്നായി അവർ യാതൊരു അനുമതിയില്ലാതെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകളെ ഓരോ മാസവും പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ധാർഷ്ട്യത്തിൻ്റെ ഒരു ഭരണ ലക്ഷണം കൂടിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുംകാലങ്ങളിൽ ഇതിനെ ജനാധിപത്യ രീതിയിൽ ബഹുജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് ഈ ധാർഷ്ട്യത്തിന് സമരം ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. മെമ്പർമാരായിട്ടുള്ള ആളുകളെ നോക്കുകുത്തിയാക്കി പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാ വാർഡിലെയും ഭരണങ്ങൾ ഞങ്ങളാണ് അന്ത്യ വാക്ക് എന്ന രീതിയിലൊക്കെ പ്രവർത്തനം ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മാത്രം അറിഞ്ഞുകൊണ്ടായിരുന്നു നിയമനം. ഇഷ്ടക്കാരെ തിരികെ കയറ്റുകയാണ് ചെയ്തതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ് ആരോപിച്ചു. ആറളം ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് 5 മാസം തികഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 5 മാസക്കാലവും പഞ്ചായത്ത് രാജ് ചട്ടത്തിന് വിരുദ്ധമായി സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് വിരുദ്ധമായിട്ടാണ് UDF ഭരണസമിതി ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത്. കരാർ തൊഴിലാളികളെ ഒരു കാരണവും കൂടാതെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേന അംഗങ്ങൾ അതുപോലെ കുടുംബശ്രീ അംഗങ്ങളെയൊക്കെ നോക്കുകുത്തിയായിക്കൊണ്ടാണ് ഈ ഭരണസമിതി ഏകപക്ഷീയമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യ സംസ്കരണം ആകെ അട്ടിമറിച്ചിരിക്കുകയാണ്. മാലിന്യ സംസ്കരണത്തിന് നെടുന്തൂൺ എന്ന് പറയുന്നത് ഹരിതകർമ്മസേന അംഗങ്ങളാണ്. LDFൻ്റെ വാർഡ് മെമ്പർമാർ ഉള്ള സ്ഥലത്ത് പോലും LDFൻ്റെ മെമ്പർമാർ അറിയാതെ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ചില ഇഷ്ടക്കാരെ നിയമിച്ചുകൊണ്ട് സ്വന്തം നിലയ്ക്ക് അവിടെ ഹരിതകർമ്മസേന അംഗമായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പഞ്ചായത്ത് രാജ് ചട്ടത്തിലും അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ ഉത്തരവുകളെല്ലാം പറയുന്നത് കുടുംബശ്രീയുടെ ADS നിയമിക്കണം, ADS സെലക്ട് ചെയ്യണം, അത് CDS അംഗീകരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട്. പക്ഷെ അതൊന്നും കാര്യക്ഷമമാക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്വന്തം ഇഷ്ടക്കാരെ നിയമിക്കുന്ന അഴിമതി, സ്വജനപക്ഷപാതം ഒക്കെ നടത്തിക്കൊണ്ടാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വലിയ അഴിമതിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിരിക്കുന്നത്. 2.5 കോടിയിലധികം രൂപയാണ് 5 മാസം കൊണ്ട് ഇക്കൂട്ടർ ഇവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നത്. ആറളം പുനരധിവാസ മേഖലയിൽ ഉൾപ്പെടെ ST കോളനിയിൽ ഉൾപ്പെടെ നൽകുന്ന വിഭാഗ ധനസഹായം 53 ലക്ഷം രൂപയാണ് ആകെ കഴിഞ്ഞ വർഷം പദ്ധതി ഉണ്ടായിരുന്നത്. അതിന് മഹാഭൂരിപക്ഷം പദ്ധതിയും ലാപ്സാക്കിക്കൊണ്ടാണ് ഈ പറഞ്ഞിട്ട് ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനെല്ലാം സെക്രട്ടറി കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാം പ്രയാസപ്പെടുത്തുന്ന കാര്യം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനെല്ലാം ഞങ്ങൾ ജനാധിപത്യപരമായി ഞങ്ങൾ നേരിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പഞ്ചായത്ത് രാജ് ചട്ടത്തിന് വിരുദ്ധമായി സർക്കാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് വിരുദ്ധമായി ക്രമവിരുദ്ധമായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി പോകുന്നത് എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ തുറന്നു പറയും. അതിന് വരും ദിവസങ്ങളിൽ LDF നിലയ്ക്ക് തന്നെ സമരമുറകൾ ആരംഭിക്കുമെന്നുകൂടി ജനങ്ങളെ അറിയിക്കുകയാണ്. LDF പഞ്ചായത്ത് അംഗങ്ങളായ സുമാ ദിനേശൻ, സുജാത, പവിത്രൻ മാസ്റ്റർ, KN രാജീവൻ എന്നിവരാണ് സെക്രട്ടറിയെ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ഹരിതകർമ്മസേനയെ നിയമിച്ച നടപടിയിൽ ആവശ്യമായ പരിശോധന നടത്തുമെന്ന് സെക്രട്ടറി ഉറപ്പു നൽകി. ഏജന്റ് ന്യൂസ്.